ഭാരതവും യുഎഇയുമായുള്ള ബന്ധം ലോകത്തിന് മാതൃകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രവാസികളിൽ അഭിമാനമുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രസക്തി ലോകം മുഴുവൻ വർദ്ധിക്കുകയാണ്. റുപേ കാർഡ് വഴി വിനിമയം സാധ്യമാക്കി യുഎഇയും ഭാരതവും തമ്മിൽ ഡിജിറ്റൽ പണ ഇടപാട് സാധ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്ന് മോദി ഉറപ്പു നൽകി. പ്രധാനമന്ത്രി ദ്വിദിന സന്ദർശനത്തിനിടെ അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന അഹ്ലൻ മോദി പരിപാടിയിൽ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വിവരങ്ങളുമായി ഷിൻ സെബാസ്റ്റ്യനും ഐസൻ ജോസും ചേരുന്നുണ്ട്. ആദ്യം ഷിൻ സെബാസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഷിൻസ്, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു അഭിസംബോധന ഈ യുഎഇ ജനതയെ, പ്രവാസികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി. ഒപ്പം യുഎഇ ഭാരത് ഒരു മാതൃക തന്നെയാണ് നൽകുന്നതെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമന്ത്രി നൽകിയ വിവരങ്ങളിലെ പ്രധാന നിർണായകമായ വിവരങ്ങൾ? മഞ്ജുഷ, അബുദാബിയിൽ ചരിത്ര നിമിഷം പിറന്നിരിക്കുകയാണ്. പ്രവാസ ലോകം കണ്ട ഏറ്റവും വലിയ സമ്മേളനങ്ങളിൽ ഒന്ന് അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ സംഭവിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനെത്തിയത് പതിനായിരങ്ങളാണ്. നിറഞ്ഞിറവിഞ്ഞ സ്റ്റേഡിയത്തെ സാക്ഷ്യം നിർത്തി പ്രവാസികളുടെ മനസ്സും നിറയ്ക്കുന്ന രീതിയിലുള്ള പ്രസംഗമായിരുന്നു നരേന്ദ്രമോദി നടത്തിയത്. മലയാളം, തമിഴ്, സംസ്കൃതം, അങ്ങനെ തെന്നിന്ത്യൻ ഭാഷകൾ, സംസ്കൃതം അടക്കം എല്ലാ ഭാഷകളിലും നരേന്ദ്രമോദി സംസാരിച്ചു. നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകൾക്കും നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയത്തിൽ നിന്ന് കയ്യടികൾ ഉയരുകയായിരുന്നു. പരിപാടി കണ്ടിറങ്ങിയ ഓരോ പ്രവാസിക്കും പറയാനുണ്ടായിരുന്നത് അവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു പരിപാടി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ കിട്ടി എന്നടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഓരോ പ്രവാസിയും മടങ്ങിയത്. ഞാൻ പറഞ്ഞ പ്രവാസിലോ കണ്ടുള്ള ഒരു മഹാസമ്മേളനത്തിനാണ് അബുദാബിയിലെ സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം സാക്ഷിയായത്. നിരവധി കാര്യങ്ങൾ, ഇന്ത്യയുടെ വികസന കുതിപ്പ്, മൂന്നാം സർക്കാർ, നരേന്ദ്രമോദി മൂന്നാം സർക്കാരായി വരുന്നു, അതിന്റെ മോദി ഗ്യാരണ്ടി, വളരെ പ്രധാനപ്പെട്ട പല പോയിന്റുകളും പരാമർശിച്ചു തന്നെ രാഷ്ട്രീയപരമായും ഇന്ത്യ യു ബന്ധത്തെ പറ്റിയുള്ള, അതായത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ ദൃഢമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ യു ബന്ധത്തെ പറ്റിയും നരേന്ദ്രമോദി സംസാരിച്ചു. പിന്നെ അതിൽ ഏറ്റവും പ്രവാസികൾക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് നരേന്ദ്രമോദി ശരിക്കും സംസാരിച്ചിരുന്ന സ്റ്റേജും ആൾക്കാർ, അത് ഗാലറിയിൽ നിന്ന് ആൾക്കാരുമായി നല്ല ദൂരം ഉണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസികൾക്കിടയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. പ്രവാസികൾക്ക് അത് കയ്യെത്തും ദൂരത്ത്, അതിൽ തൊട്ടടുത്ത് നരേന്ദ്രമോദി കാണാനുള്ള അവസരവും അഹ്ലൻ മോദിയിലൂടെ സംഭവിച്ചിരിക്കുകയാണ്. പ്രവാസികൾക്ക് അത് വർഷങ്ങളായി പ്രവാസികൾ കാത്തിരുന്നു. മോദിജിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന പ്രവാസികളുടെ സ്വപ്ന സഫലീകരണം ഇന്ന് അഹ്ലൻ മോദിയിലൂടെ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഇന്ത്യ യുഎഇ ഊഷ്മള ബന്ധത്തെ പറ്റി പ്രവാസികളെ പറഞ്ഞ് മനസ്സിലാക്കി നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും, അല്ലെങ്കിൽ ഡിജിറ്റലി ഇന്ത്യ എന്തൊക്കെ മുന്നേറ്റം കൈവരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും നരേന്ദ്രമോദി പ്രവാസികളുമായി പങ്കുവെച്ചു. മഞ്ജുഷ, ശരി, വ്യക്തമാണ്. ഐസൻ ജോസിലേക്ക് വരുമ്പോൾ, ഐസൻ, ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ഷിൻസ് വെളിപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിൽ യുഎഇയും ഒപ്പം ഭാരതവും തമ്മിലുള്ള നിർണായക ബന്ധത്തെക്കുറിച്ച്. ഒപ്പം തന്നെ ഇനി ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന്, അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിൽ നിന്ന് എങ്ങനെയാണ് ഭാരതത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, യുഎഇയുമായുള്ള നിർണായക കരാറുകൾ ഏതൊക്കെ രീതിയിലായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുക? തീർച്ചയായും മഞ്ജുഷ, ഭാരതവുമായി നിർണായകമായ നിരവധി കരാറുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ നിയമപരമായ രംഗത്തും, അതായത് കുറ്റവാളികളെ കൈമാറുന്നതും അതുപോലെ തന്നെ പരസ്പര വിചാരണ ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായൊരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യത ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. പ്രധാനമായും ഇനി വരാനിരിക്കുന്ന ഖത്തറുമായുള്ള കൂടിക്കാഴ്ചയിലും അതുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും എടുത്തു പറയേണ്ടത് ഭാരതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വൻ മുന്നേറ്റം, അതായത് സ്പേസ് ടെക്നോളജി ഉൾപ്പെടെയുള്ളവയിലെ വൻ മുന്നേറ്റം ഒരു പരിധിവരെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ലോകത്തിൻ്റെ സ്പേസ് ഡിപ്ലോമസിയുടെ ഒരു വലിയ നിർണായക നാഴികക്കല്ലായി മാറിയേക്കാവുന്ന ഒരു നീക്കമായിരിക്കും വരാനിരിക്കുന്ന യുഎഇ കരാറുകൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഒരു മരുപ്രദേശമാണ്. അവിടെ ജലത്തിൻ്റെ അംശം കണ്ടെത്തുന്നതിനെല്ലാം തന്നെ സ്പേസ് ടെക്നോളജി, റിമോട്ട് സെൻസിങ്ങിൻ്റെ സാധ്യതകൾ വളരെയധികമുണ്ട്. അത്തരത്തിലുള്ള രംഗങ്ങളിൽ ഭാരതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക മികവിനെ പ്രയോജനപ്പെടുത്താൻ അത് സംബന്ധിച്ച ധാരണയാകുന്നതിനുള്ള ചില ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും
പ്രകൃതി വിഭവങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഗവേഷണങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലിയ ഒരു ശേഖരം തന്നെയാണ് UAE-യിലുള്ളത്. മാത്രമല്ല അടുത്ത ഭാവി ഇന്ധനമെന്ന് കണക്കാക്കപ്പെടുന്ന പല ഇന്ധനങ്ങളുടെയും ഒരു ശേഖരം, അതായത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇന്ധനങ്ങൾ, ഷെയിൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ ശേഖരമെല്ലാം കണ്ടെത്തുന്നതിനുള്ള വലിയ സാധ്യതകൾ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മൈനിങ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി UAE-ക്ക് സാധ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ടത്, 7ാമത്തെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപക രാജ്യം കൂടിയാണ് UAE ഭാരതത്തിൽ നിരവധി വിദേശ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരവധി നിക്ഷേപങ്ങൾ UAE-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് UAE-യിലെ സ്വകാര്യ മേഖലയിലും അതുപോലെ തന്നെ സർക്കാർ മേഖലയിൽ നിന്നും നിരവധി നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടെക്സ്റ്റൈൽ രംഗത്തും അതുപോലെ തന്നെ മറ്റു രംഗങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു. ഫുഡ് പ്രോസസ്സിംഗ് രംഗത്തെ വിശാലമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള വിദേശത്ത് നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനുള്ള നീക്കങ്ങളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വിവിധ വിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. എടുത്തു പറയേണ്ടത് IIT-യുടെ ഓഫ് ക്യാമ്പസ്, അതായത് IIT ഭാരതത്തിൻ്റെ ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് IIT-യുടെ ഓഫ് ക്യാമ്പസ് സെൻറ്റർ UAE-യിൽ ആരംഭിക്കാനിരിക്കുന്നു. CBSE സംവിധാനങ്ങൾ ആരംഭിക്കാനിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പരസ്പര ധാരണയോടെ പ്രവർത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഏറെ ഗൗരവമർഹിക്കുന്ന മറ്റൊരു വിഷയം. മാത്രമല്ല ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി, പശ്ചിമേഷ്യയുടെ എഡ്യൂക്കേഷണൽ ഹബ്ബായി, പണ്ട് മോസ്കോ എഡ്യൂക്കേഷണൽ ഹബ്ബായി ഏഷ്യയിൽ നിന്നിരുന്ന പോലെ പശ്ചിമേഷ്യയുടെ എഡ്യൂക്കേഷൻ ഹബ്ബായി ഭാരതത്തിൻ്റെ വിവിധ നഗരങ്ങൾ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള മേഖലകളിൽ നിന്നും ഗൾഫ് കൺട്രീസിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പഠനത്തിനെത്തുന്നതിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്നു. മെഡിക്കൽ ടൂറിസത്തിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്നു. വിശാലമായ ടൂറിസം രംഗത്തെയും അതുപോലെ വിനോദസഞ്ചാര രംഗത്തെയും അതുപോലെ മെഡിക്കൽ ടൂറിസം രംഗത്തെയും വലിയ സാധ്യതകൾ തുറന്നു കിട്ടുന്നതിനുള്ള നിരവധി ധാരണകൾ ഉണ്ടാകുമെന്നതാണ് പിന്നീട് ട്രേഡ് രംഗത്തും അത്തരത്തിലുള്ള രംഗത്തും മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാന വിഷയം സൈനിക രംഗത്തെ സഹകരണമാണ്. തീർച്ചയായും സംയുക്ത നാവിക അഭ്യാസത്തിന് വരെയുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, അല്ലെങ്കിൽ അതിനുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും അറബിക്കടലിലെയും ഇന്ത്യൻ ഓഷനിലെയും അതുപോലെ ചെങ്കടലിലെയും എല്ലാം സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഭാരതത്തിന് നിർണായക സാന്നിധ്യം വഹിക്കാനുമാകും. മഞ്ജുഷ. ശരി, ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിർണായക പങ്ക് വഹിക്കാൻ ഇത്തരത്തിൽ UAE-യുമായുള്ള ബന്ധത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. പ്രവാസികളിൽ അഭിമാനമുണ്ടെന്നും ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രസക്തി ലോകം മുഴുവൻ വർദ്ധിക്കുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. വിശദ വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസും സിൻ സെബാസ്റ്റ്യനും.